ആഹാ, ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിനറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിനൊരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കണ്ടേ അമ്മു? എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലു കൊള്ളണമെന്നുണ്ടോ? അന്ന് എന്നെ തല്ലി എന്ന് കരുതി ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാവില്ല. ആ, അത് ശരിയാ. ഇനി തല്ലുകൊണ്ട ഇയാള് ചത്തുപോകുന്ന് അവർക്കറിയാം. അമ്മു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അപ്പം മാളോ? അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മാളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല്. അമ്മു, ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ. എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട. ദേ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആലോചിക്കാനാ. ആ കല്യാണം നടക്കത്തില്ല. അല്ല, അത് ചൊവ്വാദോഷമുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട. ഒരു ചൊവ്വാദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷർട്ടിനകത്തുണ്ട്. ഓർത്തോളൂ. നീ വണ്ടിയും തുടച്ചത് പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. കണ്ടോ? എന്ത്? ആരെ കാണാനാ പോയത്? ഓ, അതോ കണ്ടു. ആളെങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്. തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കും പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കെങ്ങും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തത്? ദേഹത്തോട്ടാണ്ടല്ലോ ഇടിച്ച് ഇഞ്ച പരുവൊക്കെ ഞാൻ. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ, നിന്റെ ഇവിടുത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തിത്തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാടാ. നമ്മളെ ചതിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളവർ ആരാണോ ഈ നാട്ടിലുള്ളത്? അവൻ ആരായാലും ശരിയാ, ഒത്തി നുറുക്കും ഞാൻ. അങ്ങാട്ട് വോട്ട് ചെയ്യട്ടാ. ഇതല്ലെങ്കിൽ വേറെ 100 എണ്ണം വരും. എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ? ജാതകദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു എന്ന് വരെ പറഞ്ഞപ്പോ കയ്യും കിട്ടുമെന്ന് കേൾക്കേണ്ടി വന്നില്ലേ? ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണത്രേ. മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത്. എന്താടാ? ഏയ് ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ? ഇറങ്ങി പോടാ പോത്തെ. ഓ, മോള് വിഷമിക്കണ്ട. എന്ത് ജാതകദോഷം ഉണ്ടെങ്കിലും മോടെ കല്യാണം അച്ഛൻ നടത്തും, കെങ്കേമായിട്ട് നടത്തും. എനിക്ക് വിഷമൊന്നുമില്ല അച്ഛാ. എന്റെ കാര്യത്തില് അച്ഛൻ ഇങ്ങനെ നേർന്നത് കാണുമ്പോഴാ എനിക്ക്. പോട്ട്, ഇനി ഇതും പറഞ്ഞ് വിഷമിക്കണ്ട. മോടെ കണ്ണ് നിറയണത് അച്ഛന് സഹിക്കൂലടി. ആഹാ, ചേട്ടൻ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ്. എസ്റ്റേറ്റിലാരും നമ്മളെ കത്തിരിക്കണേയിരിക്കും. ഞാൻ വരണില്ല, മനസ്സിനാകെ ഒരു വിഷമം. നീ പോയേച്ചും വാ. എന്നാ ഞാൻ പോയേച്ചും വരാം. ചെന്ന പറഞ്ഞ വിവരത്തിന് കത്തയക്കാൻ കേട്ടാ. അതിന് നിനക്ക് എഴുതാൻ അറിയാവാ? അതിനെന്താണ്? ചേട്ടന് വായിക്കാനും അറിയത്തില്ലല്ല. ഇപ്പോഴാണ് കേട്ടാ എനിക്കൊരു സമാധാനമായതേ. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടേച്ചും പോയാ എനിക്കൊരു സമാധാനം കിട്ടൂല. ഞാൻ പോയിട്ട് 2 ദിവസക്കുള്ളിൽ വരാം. ചേട്ടനും ഇവിടെ തന്നെ താമസം? അതെ. അപ്പോ കുടുംബമൊക്കെ? അങ്ങനെ ആരുമില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഈ ബാവന്മാരുടെ കൂടെയാ. അതിപ്പോഴും തുടരുന്നു, ഒരു ഏകാംഗ നാടകം പോലെ. ഒരു കണക്കിന് ആരും ഇല്ലായിരിക്കുന്ന നല്ലത്.
ആ ഇല്ലാത്തവന് ഇല്ലാത്തതിന്റെ ദുഃഖം, ഉള്ളവനും ഉള്ളതിന്റെ വിഷമം. ആ നിനക്ക് രാത്രിയിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ. എന്താ ഉണ്ടെങ്കിൽ പറയണം, എനിക്ക് എന്റെ മുറിയുടെ കഥ കൂട്ടിയിട്ടാണ്. എനിക്കങ്ങനെ യാതൊരു സ്വഭാവവും ഇല്ല. മൂടി പുതച്ച് ചുരുണ്ട് കൂടി കിടന്നാ പിന്നെ ഭൂകമ്പം ഉണ്ടായാലും അറിയില്ല. എന്നാ ഭൂകമ്പം ഉണ്ടാവുന്നതിന് മുമ്പ് കിടന്നോ, നേരത്തെ എണീക്കണം, കാറ് കഴുകിടണം കേട്ടോ. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങാം. കൃഷ്ണ അയ്യോ പ്രേതം, ഇങ്ങനെ ചുരുണ്ടുകൂടി സുഖിച്ച് കിടക്കാന്ന് വിചാരിച്ചല്ലേ? എനിക്ക് വാടാ. എന്തിനാണ് നിന്നെ കാണാഞ്ഞിട്ട് മുതലാളിക്ക് ഉറക്കം വരണില്ലാന്ന്? വാടാ, നിന്നെ ഞാൻ ഉറക്കിത്തരാടാ. വാ അമ്മാവാ, ദൈവം പോകാന്ന് സമ്മതിച്ചു. കാര്യം പറഞ്ഞപ്പോ തന്നെ എണീറ്റിങ് ഓടിപ്പോന്നു അല്ലേ? രാത്രി ഒറ്റയ്ക്കിരിക്കാൻ പേടിയണ്ട. അയ്യോ എനിക്ക് ഏയ് പേടിയോ? അതെന്താന്ന് പോലും ഇവനറിയത്തില്ല. ഭയങ്കര ധൈര്യശാലി. ആൺകുട്ടികളായാലും അങ്ങനെ വേണം. ഇവ ഇതിനു മുമ്പും ചെമ്മീൻ കെട്ടിട്ട് കാവൽ കിടന്നിട്ടുണ്ട്. എങ്കി നന്നായി. ഈയിടെയായി ചെമ്മീൻ കെട്ടില് രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട്. അവന്മാരെ കൈ കിട്ടിയ കയ്യും കാലും തല്ലി ഒടിച്ചിങ്ങ് കൊണ്ടുപോര്. അതെ. നിനക്ക് ചെമ്മീൻ കെട്ട് എവിടാന്നറിയാവാ? ഇല്ല, അറിയില്ല. അത് കുഴപ്പമില്ല, വഴി ഞാൻ കാണിച്ചു കൊടുക്കാം. വാ, ശരിയായ വഴി ഞാൻ കാണിച്ചു തരാം. വാ. വേഗം ആവട്ടെടാ. ചെമ്മീൻ വീട് ചെമ്മീൻ കള്ള മുതലാളി, മുതലാളി. എന്താടാ എന്താടാ വിളിച്ചു പോകുന്നത്? കള്ളന്മാരെ പിടിച്ച മുതലാളി അടിച്ച് ശരിപ്പെടുത്തി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ജീപ്പിലുണ്ട്. ഏ? ഇങ്ങോട്ട് ഇറങ്ങടാ പന്നികളെ, ഇറങ്ങടാ, ഇറങ്ങോട്ട്. അയ്യോ എന്റെ ഈശ്വരാ, നിങ്ങൾക്ക് എന്ത് പറ്റിയടാ മക്കളെ? എടാ, എന്റെ ആങ്ങളമാരാണോ കള്ളന്മാര്? അടിച്ച് ശരിപ്പെടുത്തിട്ടുണ്ട് പോലും. ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങണം? അതെ. എടാ പോയാ പറഞ്ഞത്. അയ്യോ ഞാൻ ആളറിയാതെ. മിണ്ടി പോവരുത്. നിന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തോണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങടാ. എടാ ഇറങ്ങാൻ. നിക്കടാ. നിങ്ങൾ എന്തിനാടാ ചെമ്മീൻ കെട്ടി പോയത്? അത് പിന്നെ ഞങ്ങള് കൂപ്പിലെ കാര്യങ്ങൾ നോക്കാൻ വിട്ട നിങ്ങൾ എന്തിനാണ് രാത്രി ചെമ്മീൻ കെട്ടി പോയതെന്ന്? അല്ല, കൂപ്പ് പിന്നെ ചെമ്മീൻ. കള്ള പരീക്ഷകള് നോക്കി നടത്തേണ്ട മുതല് കട്ടുമുടിക്കുന്നോടാ. മേലാലിന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. എരണം കെട്ടോമാര് പോകടാ. എന്തോന്നാ ഇത്ര നോക്കി നിൽക്കാൻ? കയറി പോകട്ടോ എല്ലാരും. മക്കളിങ്ങി വാ, നിങ്ങളുടെ അളിയൻ വരട്ടെ. അങ്ങേര് വന്നിട്ട് നമുക്ക് ചോദിക്കാം. വാ. എന്റെ ആങ്ങളമാരെ എല്ലാവരുടെയും മുമ്പിലിട്ട് തല്ലാൻ അങ്ങേരെ ആരാ? അവരുടെ കയ്യിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചോ? അതിന് അയാൾക്ക് അധികാരമില്ല. നിങ്ങൾക്ക് അയാൾ ദൈവമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വെറും ചേട്ടന്. അയ്യോ, ഒരു ചേട്ടൻ. ഇത്രയ്ക്ക് അങ്ങോട്ട് ബഹുമാനിക്കാൻ 10 വർഷത്തെ മൂപ്പൊന്നും ഇല്ലല്ലോ. വെറും 10 മിനിറ്റ് നേരത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ. നീ പറഞ്ഞത് ശരിയാടി. 10 മിനിറ്റിന്റെ മൂപ്പേ അയാൾക്കുള്ളൂ. പക്ഷേ ഒരച്ഛന്റെ സ്ഥാനത്ത് അയാളെ ഞാൻ കാണണത്. ഓക്രിത്രം കാണിച്ച് അയാൾ തല്ലും, ചിലപ്പോ കൊല്ലും. അത് സഹിക്കാൻ തയ്യാറാവന്മാർ മാത്രം അവിടെ നിന്നാ മതി. മനസ്സിലായോ? എന്ന് മാപ്പ് പറടാ. അയാൾക്കടെ കാലെ പിടിച്ച് മാപ്പ് പറ. അയാൾ ക്ഷമിച്ചെങ്കിൽ മാത്രം നീയെ കൂടെ നിന്നാ മതി. വേണ്ട, ആരും മാപ്പ് പറയണ്ട. അല്ലെങ്കിലും മാപ്പ് കൊടുത്തിട്ടുള്ള ശീലം എനിക്ക് പണ്ടേ ഇല്ല.
തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. അതാരായാലും, ഈ പറയുന്ന എന്റെ അനിയനായാലും. കൂപ്പിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. വേറെ എങ്ങും നിങ്ങളെ കണ്ടുപോരുത്. മനസ്സിലായടാ? പൊക്കോ. ചേച്ചി മണിയനും മഹാരാജാവിന് മുമ്പിൽ നിൽക്കുന്ന പോലെ വാ പൊത്തിയെന്ന് അയാൾ പറയുന്നത് മുഴുവൻ കേട്ടോ? ചേച്ചി ഒരു കാര്യം ഓർത്തോണം, എല്ലാം അയാളുടെ കയ്യിലാ. അളിയനാണെങ്കിൽ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട്. എപ്പോഴാ തട്ടിപ്പോണമെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അയാളെ കണ്ടില്ലേ, ഇപ്പോഴും ഉരുക്കു പോലെ ഇരിക്കുന്നത്. അളിയൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ചേച്ചിയും ആളും പെരുവഴിയില്ല, അത് മറക്കണ്ട. നീ വാടാ. കൊറേശ്ശെ വിളമ്പി കൊടുക്കടി. അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കേറും. ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുതല. അയ്യ, ചവയ്ക്കുന്ന ചവ കണ്ടില്ലേ? ചവം. നിക്കൂ. ചെറിയ ഇങ്ങനെ ഓരോന്ന് പറയും, അതൊന്നും കാര്യമാക്കണ്ട. ഇയാള് കഴിച്ചോ? വേണ്ട, മതി. അത് പറഞ്ഞാ പറ്റില്ല. ഇരുന്ന് കഴിച്ചേ. നീ പൊയ്ക്കോ, ഞാൻ വിളമ്പി കൊടുക്കാം. കഴിക്ക്. അമ്മോ, ഉം? നിന്നെ വല്യമ്മാവൻ വിളിക്കുന്നു. ചെല്ല്. നേരത്തെ ചെല്ല. വേണം എണീക്കാൻ കേട്ടോ. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട. ഞാനും ഒരു ചെറിയ മുതലാളിയാ. ഞാൻ വിളമ്പിത്തരാം. ദാ, തിന്ന്. ദാ, ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേട്ട്. ദാ, തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്ക്. അടിക്കടാ നീ. നീ തന്നെ ഇരുന്ന് തിന്നണ പാട്ടി. അയ്യേ, കണ്ടവന്റെ എച്ചിന് വരുത്തിരുന്നോടാ. നിനക്ക് വിശക്കുന്നെങ്കിലേ അടുക്കള വന്ന് ചോദിച്ച് വാങ്ങിച്ച് തിന്നൂടാടാ. എരപ്പേ, ആഹാരത്തിന് ഇത്രയും ആർത്തിയോ? പോയി വിളിച്ചോണ്ട് പോടാ. ആരെ? നിന്റെ ആരാടാ അവിടെ? കൊട്ടാരം വീടണെന്നാ പറഞ്ഞത്. ആര്? ഈ കൊടക്കമ്പിയ? മുതലാളി, അല്ല, ഇതാര് കൊട്ടാരം വീടരാ? എടാ, നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കണ്. തലയെക്കെട്ടഴിച്ച് അരയെക്കെട്ടാ. യോ എന്റെ ദൈവേ, തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്ക്. കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കയറിയിരിക്കാൻ വന്നവനല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്താണ് തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? ഉണ്ടിയേട്ടാ, അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞേച്ചും പോവാൻ നോക്കാം. എടാ, എന്റെ തറവാടാ കൊട്ടാരം വീട്. അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുമെന്ന് പല സ്ഥലത്തും വാദിവെച്ചെന്ന് കേട്ടു. എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. താൻ കേട്ടത് നേരാ. കൊട്ടാരം വീട് ഞങ്ങൾ തന്നെ ലേലത്തിൽ പിടിക്കും. ഒലത്തും കൊട്ടാരം വീടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾക്കൊണ്ടോടാ എംപോക്കികളെ. നിന്നൊക്കെ യോഗ്യത കൊണ്ടാ? എടാ, നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. പ്രമാണിമാരാകുമ്പോ പല കേസും ലേലവും ഒക്കെ നടന്നിരിക്കും. പക്ഷെ അതിനിടയിൽ കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും. കളിക്കണത് നീയല്ലടാ. അനിയൻ ബാവേനെയും ചേട്ടൻ ബാവേനെയും പഴയ പോലെ തൂമ്പായി എടുപ്പിക്കുമെന്ന് ചെണ്ടയും കൊട്ടി നടക്കണത് നീയല്ലേ? ഞങ്ങളെ പൂട്ടിക്കാനല്ലേ ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ നീ സമരം ഉണ്ടാക്കിക്കണത്? അതിന്റെ എല്ലാത്തിന്റെയും മറുപടിയാണെന്ന് കൂട്ടിക്കോടാ. എടാ, നിന്റെ തറവാട്ടി ഞങ്ങ കയറി കിടക്കുവാടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. അതെന്നായാലും ഒഴുകണം. എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടടാ. അത് നമുക്ക് കാണാറാ. കാണാറാ. നോക്കി നിൽക്കാതെ പോയി വണ്ടിക്കാറാ. ഓ, നമ്മളോടാ കളി. കൊട്ടാരം വീട്ടിൽ ഞങ്ങൾ പണിക്ക് പോയിരുന്ന കാലത്ത് ആ വീട് പുറത്തു നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വീടിന്റെ അകമൊന്ന് കാണാൻ മോഹിച്ച് ഞങ്ങ ഒരു ദിവസം അതിനകത്ത് കയറി.
അതിന്റെ പേരിൽ അവര് ഞങ്ങളെ പുളിമരത്തെ കെട്ടിവെച്ച് ചാട്ടവാറിനടിച്ച അടിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ദേഹം മുഴുവൻ ഇപ്പോഴും ഉണ്ട് അതിന്റെ പാടുകള്. ആ വീടിനാ ഞങ്ങ വില പറയാൻ പോണേ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലിക്ക് പോകുന്നത്? നമുക്ക് താമസിക്കാൻ ഈ വീട് പോരെ? പോരടി, ആ വീടിന്റെ മുറ്റത്ത് കുഴികുത്തിയാ ഞങ്ങൾക്ക് കഞ്ഞി ഒഴിച്ചു തന്നെ. അതേ വീട്ടിലെ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കൊന്ന് താമസിക്കണം. ഈശ്വരപിള്ളേ, എന്തോ എന്ത് വിലയുണ്ടാവൂടോ അതിന്? അതിപ്പോ 5.75, 7, 7, 14, 7, 21, 25 ലക്ഷം മതിപ്പ് വരും. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ പുറമേന്ന് കണ്ടിട്ടുണ്ട്. കണ്ടപ്പോ തന്നെ നീ അതിന് വിലയും വിട്ട. വിവരക്കേട് പറയാതെ പ്രേമേന്ദ്ര, ഒരു 25 ലക്ഷം മതിക്കും. കൊട്ടാരം വീടിന് എത്ര വരെ പോകും? കൂടിയ 15, അതിനപ്പുറം പോവില്ല. എങ്കി ഒരു 20,01,000 എഴുതടാ. എത്ര? 20,01,000 എഴുതറാ. ചേട്ടന്റെ പേർക്ക് എഴുതണം. നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പേരിൽ എഴുതിയ പോരേടാ. വേണ്ട, കൊട്ടാരം വീട് എന്റെ ചേട്ടന്റെ പേര് കിടക്കട്ടെ. മാളു, നീ വാ. എന്ത് കാണാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? വാ വാ, നിങ്ങൾ വരണേടാ. കളത്തറ ബാപ്പുകുട്ടി മകൻ കുഞ്ഞു മുഹമ്മദ് 10 ലക്ഷം രൂപ. കളത്ര ബാപ്പുട്ടി മകൻ കുഞ്ഞു മുഹമ്മദ് 10 ലക്ഷം രൂപ. തായിക്കര ജോർജ് കുട്ടി 12,60,000 രൂപ. നായിക്കര ജോർജ് കുട്ടി 12,60,000 രൂപ. മെസ്സേഴ്സ് ശങ്കർ ആൻഡ് സൺസ് 15,14,000 രൂപ. മെസ്സേഴ്സ് ശങ്കർ ആൻഡ് സൺസ് 15,14,000 രൂപ. കൂത്തുപറമ്പിൽ കുട്ടൻ ബാവ എന്ന ചേട്ടൻ ബാവ 20,01,000 രൂപ. കൂത്തുപറമ്പിൽ കുട്ടമ്പാവ എന്ന ചേട്ടമ്പാവ 20,01,000 രൂപ. അടുത്തത് കൊട്ടാരം വീടന്റേതാണ്. കൊട്ടാരം വീടൻ 20,02,000 രൂപ. കൊട്ടാരം വീടൻ 20,02,000 രൂപ. എന്റെ ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? താനിവിടെ ചോരപ്പുഴ ഒഴുക്കി വള്ളം കളിക്കാമെന്ന് കരുതിയല്ലേ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. ബഹളം വെക്കരുത്, ഒരു കവർ കൂടി പൊട്ടിക്കാനുണ്ട്. കൂത്തുപറമ്പിൽ കുഞ്ഞമ്പാവ എന്ന അനിയൻ ബാവ 25 ലക്ഷം രൂപ. കൂത്തുപറമ്പിൽ കുഞ്ഞമ്പാവ എന്ന അനിയൻ ബാവ 25 ലക്ഷം രൂപ. കൊട്ടാരം വീടും പോയേ. ചേട്ടാ, നുമ്മ ഇവിടെ 20,01,000 എഴുതിയപ്പ കൊട്ടാരം വീടൻ 20,02,000 എഴുതി. അപ്പൊ ഇവിടെ എഴുതിയ ആരാണ്ട് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചതി മനസ്സിലാക്കിയിട്ടാണ് ഒരു തിരുമറി ഞാൻ നടത്തിയത്. ഞങ്ങളുടെ ഉപ്പും ചോറും തിന്നിട്ട് ഞങ്ങളെ ഒറ്റുകൊടുത്തവനാരായാലും ഞങ്ങ വെറുതെ വിടൂല. ഇനി പറഞ്ഞോ, അതാരായാലും നേരെ പറയണതാണ് നല്ലത്. ആ പറയടാ, ആരാത്? പറഞ്ഞില്ലേ പറയിക്കാൻ എനിക്കറിയാം. ഈശ്വരപിള്ളേ. അയ്യോ, ഞാനല്ല. പിന്നെ ആരാ? എനിക്കറിയില്ലേ. നീയാണോടാ? അല്ല. നീയാണോടാ? ഞാൻ പറയില്ല. പറയില്ലേ? ഇല്ല. പറയിക്കാൻ എനിക്കറിയാം. അയ്യോ, ഇവിടത്തെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പോയി പറയില്ലെന്നാ പറഞ്ഞത്. ഓ, ഇനി ഞങ്ങളുടെ വെക്കിട്ട് കയറണ്ട. നിങ്ങൾ പോ പിള്ളാരെ. ആ പോട്ടെ, അവൻ ആരായാലും എന്റെ കൈ കിട്ടും. അന്ന് അവന്റെ അന്ത്യവുമായിരിക്കും. എല്ലാരും പൊക്കോ. ഇങ്ങനെ പശു കാടി കുടിക്കുന്ന പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ ടൗണിൽ പോയി 5-10 നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ? അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ചേട്ടൻ ബാവയും അനിയൻ ബാവയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. എന്തോ കൊട്ടാരം വീടിന് ബുദ്ധിയില്ല എന്ന് എല്ലാരും പറയും. എന്നാ എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, ഇതാരും ആളുവോ? തകർപ്പൻ ഷോപ്പിംഗ് കഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. ഞാൻ 2 ദിവസമായി സാറിന്റെ ഫോണിൽ വിളിക്കുന്നു. എന്തിന്? എനിക്ക് റെഫർ ചെയ്യാൻ കുറച്ച് ബുക്സ് വേണമായിരുന്നു. CAക്ക് പോയാൽ കൊള്ളാന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ആരും മോശക്കാരാവില്ല. നിനക്ക് എത്ര ബുക്സ് വേണമെങ്കിലും തരാം. ഇവിടത്തെ ഫേമസ് വക്കീലന്മാരും ഡോക്ടർമാരും ഞാൻ പഠിപ്പിച്ച പിള്ളേരാ.
എവിടെ ചെന്നാലും ഓരോ പൊസിഷനിലിരിക്കുന്ന എന്റെ കുട്ടികളെ കാണുമ്പോഴാ മനസ്സ് നിറയുന്നത്. അത് പ്രേമേന്ദ്രനല്ലേ? അതെ, ഞങ്ങളുടെ ഡ്രൈവറാ. ഡ്രൈവറോ? ഇവരും എന്റെ സ്റ്റുഡന്റാ. ഇയാള് കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. സാറിന് ആള് തെറ്റിയതാവും. പ്രേമേന്ദ്രൻ എനിക്ക് തെറ്റാലോ? ഇവന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞവരാരും പിന്നെ ഇവനെ ആയുസിൽ മറക്കില്ല. പിന്നല്ലേ 3 വർഷം പഠിപ്പിച്ച എനിക്ക്. കോളേജിലെ ഹീറോ ആയിരുന്നില്ലേ ഇവൻ? സ്റ്റുഡൻസിന്റെ ഇടയിൽ മാത്രമല്ല, ഞങ്ങൾ അധ്യാപകരുടെ ഇടയിൽ പോലും ഇവന് ധാരാളം ആരാധകരുണ്ടായിരുന്നു. ഇതെന്താണോ പ്രേമേന്ദ്ര ഈ വേഷത്തിൽ? തന്നെ വല്ല ബാങ്ക് മാനേജറോ ബിസിനസ് എക്സിക്യൂട്ടീവോ ഒക്കെ ആയി കണ്ടുമുട്ടുമെന്നാ ഞാൻ കരുതിയത്. ഗുരുത്വം മാത്രം പോരല്ലോ സാർ, തലവരുത്തൂടി ശരിയാവണ്ടേ? സാരമില്ലടോ, ഒക്കെ ശരിയാവും. പറ്റേ സാർ. ആ, മാളു വിചാരിച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഇവനൊരു ജോലി തരപ്പെടുത്താവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞ കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകനെ ഈ നിലയിൽ കാണുവരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ ദ്രോഹി! ഊരും പേരും മാറ്റി പറഞ്ഞ് കൂടെ നിന്ന് ചതിക്കാമെന്ന് വിചാരിച്ചു അല്ലടാ? സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ചതിച്ചിട്ടില്ല അല്ലേ? പിന്നെ എങ്ങനെയാടാ ഞങ്ങ ഇവിടെ എഴുതിയ ലേലത്തുക കൊട്ടാരം വീടൻ അറിഞ്ഞത്? ഇനി എന്നെ തല്ലരുത്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. മിണ്ടിപ്പോറും പൊട്ടിക്കഴിവുറ മോനെ. അയാളെങ്ങ് വിട്ടേക്കാൻ പറ. മതിയടാ, കൊല്ലണ്ട, കൊണ്ടുപോയി കളഞ്ഞേക്ക്. എനിക്ക് നീ കൊട്ടാരം വീട്ടിലാണെന്ന് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഇനി ഞാൻ അകത്തു പോയ എന്റെ ഗതി ഇതിലും കഷ്ടായിരിക്കും. വാ.